നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ പെർഫെക്റ്റ് ആണോ? ആൻഡ്രോയിഡ് മൊബൈലാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമുക്കിത് മൊബൈലിൻ്റെ അകത്തു നിന്ന് തന്നെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് മൊബൈലിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റുള്ള മൊബൈലിൻ്റെ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ റിയൽമിയുടെ മൊബൈലാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കീപാഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ *899# അങ്ങനെയാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് ടെസ്റ്റ് ഉണ്ട്, മാനുവൽ ടെസ്റ്റ് ഉണ്ട്. മാനുവൽ ടെസ്റ്റ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ തന്നെ ഒരുപാട് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാറ്റഗറീസ് ആയിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി സ്ക്രീൻ ടെസ്റ്റ് എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ബാക്ക് വരികയാണ്. അതിനുശേഷം ഇവിടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ, ടച്ച് സ്ക്രീൻ, ഇവിടെ സെൻസർ എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓട്ടോമാറ്റിക് ടെസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ പെർഫെക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഓക്കെ, ഇനി ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈൽ എടുക്കുകയാണ്. ഇതിൽ വേറൊരു കോഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ *0* അങ്ങനെയാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മാനുവൽ ടെസ്റ്റാണ് ഇവിടെ ഉള്ളത്, ഓട്ടോമാറ്റിക് ടെസ്റ്റ് ഇല്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ക്യാമറ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെൻസർ, അതുപോലെ തന്നെ ടച്ച്, സ്പീക്കർ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ നമ്മുടെ മൊബൈലിലെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സെൻസർ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. കൃത്യമായിട്ട് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി ഞാൻ ഈ കാണിച്ച മൊബൈലൊന്നും അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ കോഡ് ഞാനിതാ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെക്കുക. ഇതിലൂടെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെയും നിങ്ങൾക്ക് ഇതുപോലെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ തന്നെ അബദ്ധത്തിൽ നിലത്ത് വീണ് കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. ഈ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.